Hello friends, welcome to my channel Swapna's Cooking World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. ചൂരമീൻ ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 400 ഗ്രാമോളം ചൂരമീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് കറി ലീവ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കൈവശം കറി ലീവ്സ് ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അതിനുശേഷം മസാലയൊക്കെ പിടിക്കുന്നതിനായി അരമണിക്കൂർ സമയം ഇതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 4-5 ടീസ്പൂൺ എണ്ണയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചൂരമീൻ വളരെ ടേസ്റ്റുള്ളൊരു ഫിഷാണ്. ഇത് ഫ്രൈ ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ ചൂരമീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഫിഷ് കൂടി അടുത്ത ബാച്ചിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.